തീർച്ചയായും രണ്ടും ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന രണ്ട് അവാർഡുകൾ തന്നെയാണ്. വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കരിയറിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജിലാണ് ഈ പ്രായത്തിലും അദ്ദേഹം എത്തി നിൽക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങളെ കൂടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്തിടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് കൂടെ പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. അതിലും ഉയർന്നു കേൾക്കുന്ന പേര് കൂടിയാണ് വിജയരാഘവന്റേത്. കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിലൂടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിലെ പ്രത്യേകിച്ചും അച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ വളരെ ഭംഗിയായി അതിന്റെ ഒരു ഇമോഷണൽ വെയിറ്റ് പ്രേക്ഷകർക്ക് നൽകുന്നത് പോലെ അവതരിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തിലും ഈ സമയത്തും കാത്തുവെക്കുന്ന കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഉർവശിയുടെ കഥാപാത്രങ്ങൾ ഇന്നും റെലവന്റ് ആയി നിൽക്കുകയാണ്. തുടർന്നും ഇപ്പൊ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഉർവശിയുടെ ഫിൽമോഗ്രഫി എടുത്തു നോക്കിയാൽ തന്നെ ഉള്ളൊഴുക്കിന് ശേഷവും ധാരാളം സിനിമകളിലേക്ക് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്.